തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. പി.ജി. റോഡിന്റെ ടാറിംഗ് ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. അധികൃതർ ആക്ഷൻ കൌൺസിലിന് നൽകിയ ഉറപ്പ് പാഴ്വാക്കായെന്ന് ആക്ഷേപം. വെട്ടിപ്പൊളിച്ച നഗരത്തിലെ റോഡുകൾ ടാറിംഗ് നടത്താത്തതിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. വെട്ടിപ്പൊളിച്ച എല്ലാ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുമെന്ന് മേയർ രാജൻ ജെ പല്ലൻ. മദ്യപാനികൾക്ക് രാഷ്ട്രീയ പാർട്ടികളും ദേവാലയങ്ങളും ഇടം നൽകില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്താൽ മദ്യവിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്ന പി.കെ. ബിജു എം പി. സമൂഹം ഇന്ന് അധപതനത്തിലേക്കാണ് പോകുന്നതെന്നും എം പി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പി.ജി. റോഡിന്റെ ടാറിംഗ് ഇനിയും ആരംഭിച്ചില്ല. അധികാരികൾ വിശ്വാസവഞ്ചന കാണിച്ചതായി ആക്ഷേപം. ജില്ലാ കളക്ടറും എം.എൽ.എയും പി.ഡബ്ല്യു.ഡി അധികൃതരും ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ നൽകിയ വാക്ക് ഇതോടെ പാഴ്വാക്കായി. ചൊവ്വാഴ്ച മുതൽ പി.ജി. റോഡിന്റെ ടാറിംഗ് ആരംഭിക്കുമെന്നായിരുന്നു അധികൃതർ ആക്ഷൻ കൌൺസിലിന് നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ 3 ലോഡ് വെറ്റ് മിക്സ് റോഡരികിൽ കൊണ്ടുവന്നിട്ടതല്ലാതെ ഒരു നിർമ്മാണ ജോലിയും ആരംഭിച്ചിട്ടില്ല. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പി.ഡബ്ല്യു.ഡി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ബന്ധപ്പെട്ട കരാറുകാരൻ ഉടനെ പണികൾ ആരംഭിക്കും എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. നിർമ്മാണ ജോലികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ പട്ടിക്കാട് നിന്ന് കണ്ണാറയിലേക്ക് പ്രകടനം നടത്തി. കൺവീനർ തോമസ് പൊടിപ്പാറ, ജോയിന്റ് കൺവീനർ ബെന്നി തുറപ്പുറത്ത്, കെ സുന്ദർരാജൻ, പി.എം. ഷാജി, വി.ഡി. രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച് ടാറിംഗ് ആരംഭിക്കുന്നതുവരെ കൂടുതൽ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. പട്ടിക്കാട് പി.ജി. റോഡ് ടാറിംഗ് ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക മൃതദേഹവുമായി വിലാപയാത്ര നടത്തി. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എം.പി. വിൻസെന്റ് എം.എൽ.എ മരിച്ചുപോയി എന്ന് ആരോപിച്ചും വ്യത്യസ്ത അപകടങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുമാണ് ശവമഞ്ചലുമായി വിലാപയാത്ര നടത്തിയത്. പട്ടിക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര കണ്ണാറയിൽ സമാപിച്ചു. സിപിഎം പട്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം. ബാലകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം ഇ.എം. വർഗീസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അതേസമയം സിപിഎം പ്രവർത്തകരായ കെ.വി. ജോസ്, ഷാജി നെല്ലിക്കൽ എന്നിവർ കണ്ണാറയിൽ നടത്തുന്ന നിരാഹാര സമരം 6 ദിവസം പിന്നിട്ടു. പട്ടിക്കാട് പി.ജി. റോഡ് എത്രയും പെട്ടെന്ന് ടാറിംഗ് നടത്തിയില്ലെങ്കിൽ എം.പി. വിൻസെന്റ് എം.എൽ.എയെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം കെ സുന്ദർരാജൻ പറഞ്ഞു. ഇതുവരെ ആക്ഷൻ കൌൺസിലുമായി ബി.ജെ.പി. സമരപരിപാടികളിൽ സഹകരിക്കുകയായിരുന്നുവെന്നും പ്രശ്നപരിഹാരത്തിന് സാധ്യത കാണാത്തതുകൊണ്ട് കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് ബി.ജെ.പി. നീങ്ങുമെന്നും സുന്ദർരാജൻ ടി.സി.ബിയോട് പറഞ്ഞു. പ്രതിനിധി ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചു പോയിട്ടുള്ള എം.എൽ.എ എം.പി. വിൻസെന്റിനെ ഞങ്ങൾ വഴിയിൽ തടയും എന്ന് തന്നെയാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. കർമ്മസമിതിക്കെതിരെയും ബി.ജെ.പിക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാഹളം മുഴക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പോലും ഞങ്ങൾ ശക്തമായി എം.എൽ.എ വഴിയിൽ തടയും. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരുപക്ഷെ എം.എൽ.എക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുത്ത് ഈ സമരത്തെ വിജയിപ്പിച്ചെടുക്കുന്നതുവരെ ഞങ്ങൾ പൊരുതുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കുടിവെള്ള പൈപ്പ് ഇടുന്നതിനും റിലയൻസ് കേബിളുകൾ സ്ഥാപിക്കുന്നതിനുമായി വെട്ടിപ്പൊളിച്ച നഗരത്തിലെ റോഡുകൾ ടാറിംഗ് നടത്താത്തതിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. ഭരണപക്ഷ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വെട്ടിപ്പൊളിച്ച എല്ലാ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാറിംഗ് നടത്തിയ ശേഷം മാത്രമേ മറ്റു റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ അനുവദിക്കൂ എന്ന് മേയർ രാജൻ ജെ പല്ലൻ ഉറപ്പു നൽകി. പൈപ്പിടുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച ചെമ്പൂക്കാവ് പെൻഷൻമൂല റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പി.എ. പുരുഷോത്തമനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. തുടർന്ന് വെട്ടിപ്പൊളിച്ച ഒളരി കാഞ്ഞാണി റോഡ് അടക്കമുള്ള നഗരത്തിലെ റോഡുകൾ ഉടൻ ടാറിംഗ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്തെത്തി. മാസങ്ങളായി വെട്ടിപ്പൊളിച്ച നഗരത്തിലെ റോഡുകൾ നന്നാക്കുന്നതിനായി മേയറും കൌൺസിലർമാരും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നുമുള്ള പരാതികളും ഉയർന്നു. കേബിളുകൾ സ്ഥാപിക്കുന്നതിനായി റിലയൻസ് കമ്പനിക്ക് റോഡ് ഡ്രില്ലിംഗ് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അനുമതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും റോഡുകൾ വെട്ടിപ്പൊളിച്ചതായും കൌൺസിലർമാർ പറഞ്ഞു. വെട്ടിപ്പൊളിച്ച റോഡുകൾ ടാറിംഗ് നടത്താത്ത സംഭവത്തിൽ കോർപ്പറേഷന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റി അനീതിയാണ് കാണിച്ചതെന്നും മേയർ പറഞ്ഞു. അതേസമയം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ മേയറും കൌൺസിലർമാരും രൂക്ഷ വിമർശനം നടത്തി.
റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 90 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി കോർപ്പറേഷനിൽ അടച്ചില്ലെന്നും മേയർ പറഞ്ഞു. ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി അടുത്ത കൌൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് നൽകാൻ കോർപ്പറേഷൻ സെക്രട്ടറിയോട് മേയർ ആവശ്യപ്പെട്ടു. കൂടാതെ റിലയൻസിന്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെക്കുവാനും വാട്ടർ അതോറിറ്റി റിലയൻസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. അടച്ചുപൂട്ടിയ കുരിയച്ചിറ അറബുശാല ഉടൻ തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. Stars Collection. Youthilariya best. Youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks. Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി, മിറർ, ഇന്റീരിയർ ഐറ്റംസ്. കൂടാതെ ഹിൻഡ്വെയർ, പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ റോഡ്, പൂങ്കുന്നം, തൃശൂർ. മദ്യപാനികളില്ലാത്ത സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ദേവാലയങ്ങളും ഉറച്ച തീരുമാനമെടുക്കണമെന്ന് PK ബിജു MP പറഞ്ഞു. വേലൂർ വെള്ളറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിലെ ഇടവക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത നശിച്ചു പോകുന്നതിനാൽ സമൂഹം ഇന്ന് അധപതനത്തിലേക്കാണ് പോകുന്നത്. മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വളരെ ഗുണം ചെയ്യും. മദ്യപാനികൾക്ക് രാഷ്ട്രീയ പാർട്ടികളും ദേവാലയങ്ങളും ഇടം നൽകില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്താൽ മദ്യവിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്നും MP പറഞ്ഞു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ബാബു M പാലശ്ശേരി MLA മുഖ്യാതിഥിയായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് LC ഔസേപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ ജയിൽ സൂപ്രണ്ടിനെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഊമക്കത്ത് ലഭിച്ച സംഭവത്തിൽ വിയൂർ പോലീസ് കേസെടുത്തു. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ബന്ധുക്കൾ ജയിലിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിയൂർ ജയിലിന് മുന്നിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേസമയം TP വധക്കേസിലെ പ്രതികളെ കാണാനായി കൂടുതൽ പേരാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ജയിൽ സന്ദർശിച്ചത്. ബന്ധുക്കളും പ്രവർത്തകരുമായി നിരവധി പേർ പ്രതികളെ സന്ദർശിച്ചു. അതിനിടെ TP വധക്കേസിലെ പ്രതികളെ ജയിലിൽ എത്തിക്കുന്നതിന്റെ തലേ ദിവസം മുതൽ ജയിലിലെ CCTV ക്യാമറകൾ തകരാറിലായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം അറിയിച്ചത്. മുൻ മന്ത്രി പരേതനായ ലോനപ്പൻ നമ്പാടന്റെ ഭാര്യ ആനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. നമ്പാടൻ മാസ്റ്റർ അധ്യാപകനായിരുന്ന പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ അധ്യാപികയായി ദീർഘകാലം ആനി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 4-ന് പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ പേരാമ്പ്ര പുത്തൂക്കാവിലുള്ള വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. തീരദേശത്തെ പ്രമുഖ സ്കൂളിൽ നിന്ന് കഞ്ചാവ് സഹിതം 16കാരായ 3 വിദ്യാർത്ഥികളെ വലപ്പാട് പോലീസ് പിടികൂടി. ക്ലാസ് മുറിയിൽ വെച്ചാണ് സംഭവം. കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ നിലത്തുവീണ കഞ്ചാവ് ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപിക പോലീസിന് കൈമാറുകയായിരുന്നു. വിദ്യാർത്ഥികളെ പിടികൂടിയെങ്കിലും PTA-യുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥനയെ തുടർന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചു. കൈനൂർ BSF കേന്ദ്രത്തിൽ സബോർഡിനേറ്റ് മെസ് പ്രവർത്തനം ആരംഭിച്ചു. BSF റിട്ടയേർഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ രവികുമാർ പോണത്ത് ഉദ്ഘാടനം ചെയ്തു. BSF DIG ജോർജ് മാഞ്ഞൂരാൻ, കൈനൂർ BSF കമാൻഡന്റ് സുധീന്ദ്രകുമാർ സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ASI മുതൽ മേജർ വരെയുള്ളവർക്കായി 1,38 ലക്ഷം രൂപ ചെലവിലാണ് മെസ് നിർമ്മിച്ചിട്ടുള്ളത്. 25 കോടി ചെലവ് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും ജവാൻ ബാരക്കിന്റെയും നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് BSF DIG ജോർജ് മാഞ്ഞൂരാൻ പറഞ്ഞു. ഒളരി കാഞ്ഞാണി റോഡിലെ പൊടിശല്യം പരിഹരിച്ച് റോഡ് ഉടൻ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി.
ഈ മാസം 10-നകം വാട്ടർ അതോറിറ്റി കുഴികൾ നികത്തി റോഡ് PWDക്ക് കൈമാറിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതീകാത്മകമായി കുഴികൾ നികത്തുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മനോജ് പുല്ലഴി, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ജലിൻ ജോൺ, പാർലമെന്ററി സെക്രട്ടറി ശീതൾ രാജ്, കെ സുരേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോർപ്പറേഷൻ ഒല്ലൂർ ഡിവിഷൻ കൌൺസിലറായി വിജയിച്ച ജോൺ കാഞ്ഞിരത്തിങ്കൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ രാജൻ ജെ പല്ലൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം കോർപ്പറേഷൻ പരിസരത്ത് LDFന്റെ നേതൃത്വത്തിൽ ജോൺ കാഞ്ഞിരത്തിങ്കലിന് സ്വീകരണം നൽകി. LDF നേതാക്കളായ പ്രൊഫസർ എം മുരളീധരൻ, PK ഷാജൻ, CP റോയ്, KK ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? ബ്രൈറ്റ് പ്രൊപ്പോഷനിൽ തന്നെയാവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചെടുക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ B2B ആട്ടയാ കഴിക്കുന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും പരിശീലകരില്ലാതെ ചതുരംഗക്കളത്തിൽ വിജയഗാഥ രചിക്കുകയാണ് OA രാജു എന്ന തൊഴിലാളി. തൃശൂർ ശങ്കരയ്യ റോഡിൽ അച്യുത മൈതാനം പാർക്കിന് സമീപത്ത് വാഹനങ്ങൾക്ക് ഗ്രീസ് നൽകുന്ന ജോലിയാണ് രാജുവിന്. ജോലിയുടെ ഇടവേളകളിൽ വഴിയരികിലെ തണലിൽ ഒരു ചെസ് ബോർഡ് വാങ്ങിവെച്ച് സ്വയം പരിശീലനം ആരംഭിക്കുകയായിരുന്നു. തന്നോട് തന്നെയാണ് ആദ്യം മത്സരിച്ച് പഠിച്ചത്. പിന്നീട് ചെറിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. പരിശീലകരുടെ കീഴിൽ അഭ്യസിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയവരെ അമ്പരിപ്പിച്ച പ്രകടനം കാഴ്ചവെക്കുക മാത്രമല്ല, വിജയങ്ങൾ കൂടി നേടാനായതോടെ കട്ടിലപ്പൂവം സ്വദേശിയായ രാജു ശ്രദ്ധേയനായി തുടങ്ങി. 20 വർഷത്തിലധികമായി രാജു ചെസ് കളി ആരംഭിച്ചിട്ട്. സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ്, ചെസ് ഫെഡറേഷൻ ഒരുക്കിയ ജനകീയ ചെസ് ടൂർണമെന്റ് തുടങ്ങി നിരവധി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ രാജു വിജയക്കൊടി നാട്ടിയിട്ടുണ്ട്. ഇതിനിടെ 4 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സുമായി മത്സരിക്കാനും അവസരം ലഭിച്ച രാജു ഒരാളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഒട്ടുമിക്ക ടൂർണമെന്റുകളിലും പങ്കെടുക്കുകയും ജേതാവാകുകയും ചെയ്തിട്ടുള്ള ഇദ്ദേഹം ഈ മാസം 14-ന് ഉത്തർപ്രദേശിൽ നടക്കുന്ന ദേശീയ ടീം ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. റോഡരികിൽ തയ്യാറാക്കിയ ചെസ് ബോർഡിൽ ജോലിയിലെ ഇടവേളകളിൽ കരുക്കൾ നീക്കി ഉയരങ്ങൾ കീഴടക്കുന്ന രാജുവിനെ ദേശീയ തലത്തിലും ശ്രദ്ധേയനാക്കാനുള്ള പരിശ്രമത്തിലാണ് രാജുവിന്റെ കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന യൂത്ത് വിംഗ് പ്രവർത്തകർ. സാമ്പത്തികമായ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിച്ചാൽ തനിക്ക് വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനാകുമെന്നാണ് രാജുവിന്റെ പ്രതീക്ഷ. വേലൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ പശുവിന് പേയിളകി. പേപ്പട്ടികളുടെ ആക്രമണം പതിവായത് ജനങ്ങളെ ആശങ്കയിലാക്കി. വേലൂർ തെക്കേക്കര അംഗൻവാടി പരിസരത്ത് നിരവധി വളർത്തു നായ്ക്കൾക്കും മൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. തെക്കേക്കര പുളിക്കൽ ജോസിന്റെ പശുവിനാണ് പേയിളകിയത്. പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടും പശുവിന് പേയിളകിയത് ക്ഷീര കർഷകരെ ഭീതിയിലാക്കി. മൃഗക്കൊഴുപ്പിൽ നിന്നും എല്ലിൽ നിന്നും എണ്ണയുണ്ടാക്കിയിരുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന പറമ്പിലാണ് പേപ്പട്ടികളും തെരുവ് നായ്ക്കളും താവളമാക്കിയിരിക്കുന്നത്.
പകൽ സമയങ്ങളിൽ കുറ്റിക്കാടുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന പട്ടികൾ രാത്രിയിൽ കൂട്ടത്തോടെ ഇറങ്ങിയാണ് ആക്രമണം നടത്തുന്നത്. പേപ്പട്ടികളെ കൊന്നൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി ജനവിധി 2014. ചാലക്കുടി ലോക്സഭാ മണ്ഡലം തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടിയുടെ പരിധിയിൽ വരുന്നത്. കഴിഞ്ഞ തവണ UDFന് 71,679 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങൾ ചാലക്കുടിയുടെ പരിധിയിൽ വരുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ മണ്ഡലങ്ങളാണ് മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ. മുകുന്ദപുരം മണ്ഡലം മാറി ചാലക്കുടിയായപ്പോൾ 2009 വോട്ട് നില ഇങ്ങനെ: മൊത്തം വോട്ട് 10,74,429, പോൾ ചെയ്തത് 7,92,910, LDFന് ലഭിച്ചത് 3,27,356, UDFന് 3,99,035, BJP 45,367. അന്ന് കയ്പമംഗലം ഒഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും UDFന് ലീഡ് നൽകി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലവും ചാലക്കുടിയും ഇടതിനെ പിന്തുണച്ചപ്പോൾ കൊടുങ്ങല്ലൂർ UDFനൊപ്പം നിന്നു. ഈ വർഷം ജനുവരിയിലെ കണക്കനുസരിച്ച് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ നില ഇങ്ങനെ: കയ്പമംഗലം 1,53,934, ചാലക്കുടി 1,74,971, കൊടുങ്ങല്ലൂർ 1,71,435. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ജില്ലയിലുള്ളതെങ്കിലും ഈ 3 മണ്ഡലങ്ങൾ നിർണായകമാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പല ഘടകങ്ങളും നോക്കിയാണ് കക്ഷികൾ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുക പതിവ്. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. തളിക്കുളത്ത് വീട്ടിൽ കയറി ദമ്പതികളെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി PP സൈതലവിയാണ് ഉത്തരവായത്. തളിക്കുളം ചിലങ്ക ബീച്ചിൽ കാറ്റിൽപുരയ്ക്കൽ ഗോപാലകൃഷ്ണനെയാണ് ശിക്ഷിച്ചത്. 2010 ഏപ്രിൽ 26-നാണ് കേസിനാസ്പദമായ സംഭവം. തളിക്കുളം കുന്നത്ത് വീട്ടിൽ ബാബു, ഭാര്യ ജെയിനി എന്നിവരെയാണ് ഇയാൾ വീട് കയറി ആക്രമിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ PM മെഹബൂബ് അലി ഹാജരായി. പുല്ലഴി ചേലൂർമന കോളനിയിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. മുട്ടത്ത് ജോൺസന്റെ ഭാര്യ 45 വയസ്സുള്ള മേഴ്സിയാണ് മരിച്ചത്. അരയ്ക്ക് മുകളിൽ പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഭർത്താവ് ജോൺസന് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തൃശൂർ ശക്തൻ നഗർ ബ്രാഞ്ച് കുരിയച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ISRO ചെയർമാൻ പത്മഭൂഷൺ ഡോക്ടർ K. രാധാകൃഷ്ണൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. SBT എറണാകുളം മേഖല ജനറൽ മാനേജർ S. വാസുദേവൻ അധ്യക്ഷനായിരുന്നു. SBTയുടെ സീനിയർ കസ്റ്റമറായ തോമസ് കൊള്ളന്നൂർ, കൌൺസിലർ അഡ്വക്കേറ്റ് നാൻസി അക്രപറ്റി, അസോസിയേറ്റ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സോൺ സെക്രട്ടറി A. നളിനാക്ഷൻ, SBT എംപ്ലോയീസ് യൂണിയൻ സോണൽ സെക്രട്ടറി രാമചന്ദ്രൻ, DGM S. വെങ്കടേശ്വരലു, AGM ജോൺ ജോസഫ്, ചീഫ് മാനേജർ R. ശ്രീകുമാർ, ബ്രാഞ്ച് മാനേജർ ബിജിലി സഖറിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുരിയച്ചിറയിലെ ഫാബിസ് ആർക്കേഡ് ഷോപ്പിംഗ് സെന്ററിൽ 2ാം നിലയിലാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇടവേള. കല്യാൺ ജ്വല്ലേഴ്സ്, മനം മയക്കും 10,000-കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ്. Shades and style, latest type fashion, lowest price attraction. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. കർണാടകയിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ ചേറൂർ സ്വദേശി മരിച്ചു. ചേറൂർ വന്നേരി വീട്ടിൽ ഹരിഹരൻ മകൻ 26 വയസ്സുള്ള നിധിനാണ് മരിച്ചത്. നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ് ഇയാൾ.
നിർത്തിയിട്ടിരുന്ന ടൈൽസ് കയറ്റിയ ലോറിക്ക് പിറകിൽ ലോറി ഇടിച്ചായിരുന്നു അപകടം. കുന്നംകുളം പാറയംപാടത്ത് വഴിയരികിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ മധ്യവയസ്കൻ മരിച്ചു. പുന്നമ്പറമ്പ് തൈക്കാട് 56 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പിലാവിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച് ബഹളമുണ്ടാക്കിയ ഇയാളെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് അപ്രത്യക്ഷനായ ഇയാളെ പിന്നീട് പാറയംപാടത്തുള്ള ഇടവഴിയിൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ പട്രോളിംഗിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഇയാൾ അലഞ്ഞു തിരിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പുസ്തകോത്സവം തുടരുന്നു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അക്ഷരപെരുമ സാംസ്കാരികോത്സവം എഴുത്തുകാരനും വിവർത്തകനുമായ ജോസ് പുന്നംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ ജോൺ സാമുവൽ അധ്യക്ഷനായിരുന്നു. MD രാജേന്ദ്രൻ, കൈനഗരി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ ജീവനക്കാരും പെൻഷൻകാരും ഈ മാസം 12-ന് നടത്തുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായി കൂർക്കഞ്ചേരിയിൽ ജില്ലാ കൺവെൻഷൻ നടത്തി. CPM തൃശൂർ ഏരിയ സെക്രട്ടറി PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ചെയർമാൻ KG ശിവാനന്ദൻ അധ്യക്ഷനായിരുന്നു. CITU തൃശൂർ ഏരിയ സെക്രട്ടറി VK ഗോപിനാഥൻ, VV പരമേശ്വരൻ, AT വർഗീസ്, VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ നടന്ന ഓൾ കേരള CP അയ്യപ്പൻ മെമ്മോറിയൽ ഹോക്കി ടൂർണമെന്റിൽ എറണാകുളം മഹാരാജ കോളേജിനെ പരാജയപ്പെടുത്തി ആലുവ UC കോളേജ് വിജയിച്ചു. ഫുട്ബോൾ ടൂർണമെന്റിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ പരാജയപ്പെടുത്തി മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് വിജയിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാതല പട്ടയമേള ശനിയാഴ്ച തൃശൂരിൽ നടക്കും. ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കും. ലോക ക്യാൻസർ ദിനം ആചരിച്ചു. അമല ആശുപത്രിയിൽ നടന്ന ക്യാൻസർ ദിനാചരണം ചലച്ചിത്ര നടൻ ശ്രീജിത്ത് രവി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ഫ്രാൻസിസ് അസിസി, ഡോക്ടർ സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പേരാമ്പ്രയിലെ സ്വകാര്യ ബാറിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് സഹോദരൻ പോലീസ് കസ്റ്റഡിയിൽ. പേരാമ്പ്ര നാടുകുന്ന് കല്ലേലി വീട്ടിൽ ഷാജുവിനെയാണ് ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാളുടെ സഹോദരൻ ഷാബുവിനെ കഴിഞ്ഞ മാസം 24-ന് പേരാമ്പ്രയിലുള്ള ബാറിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ചാലക്കുടി CI ആണ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവലറി. സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 2790, വെള്ളി 10 ഗ്രാമിന് 450, തങ്കം ഗ്രാമിന് 3005. പ്രധാന വാർത്തകൾ വീണ്ടും. PG റോഡിന്റെ ടാറിംഗ് ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. അധികൃതർ ആക്ഷൻ കൌൺസിലിന് നൽകിയ ഉറപ്പ് പാഴ്വാക്കായെന്ന് ആക്ഷേപം. വെട്ടിപ്പൊളിച്ച നഗരത്തിലെ റോഡുകൾ ടാറിംഗ് നടത്താത്തതിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. വെട്ടിപ്പൊളിച്ച എല്ലാ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുമെന്ന് മേയർ രാജൻ ജെ പല്ലൻ. മദ്യപാനികൾക്ക് രാഷ്ട്രീയ പാർട്ടികളും ദേവാലയങ്ങളും ഇടം നൽകില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്താൽ മദ്യവിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്ന PK ബിജു MP. സമൂഹം ഇന്ന് അധപതനത്തിലേക്കാണ് പോകുന്നതെന്നും MP.